മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അഭിമാനിക്കേണ്ട. കാരണം അബ്രാഹത്തിന് കല്ലുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ പേരിലും പെരുമയിലും സ്ഥാനമാനങ്ങളിലും അഭിമാനിക്കുന്നവരും ഏറ്റുപറയുന്നവരുമാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന കുടുംബത്തിലുള്ളതാണ്, എന്റെ പൊസിഷൻ ഇതാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, അധികാരമുണ്ട്. ഇങ്ങനെ പല വിധത്തില് നമ്മൾ ഓരോരുത്തരും ഉയർത്തി നിർത്താറുണ്ട്. ഈശോ പറയുകയാണ്, നിനക്ക് എന്തുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നിനക്ക് പേരുണ്ടായതുകൊണ്ടോ പെരുമയുണ്ടായതുകൊണ്ടോ സമ്പത്തുണ്ടായതുകൊണ്ടോ അധികാരമുണ്ടായതുകൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞകാല ജീവിതത്തിന്റെ സർവ്വ തിന്മ പ്രവൃത്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്ന നന്മയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടേതുമായിട്ടുള്ള വഴിയിലേക്ക് കടന്നുവരലാണ് മാനസാന്തരത്തിന്റെ ജീവിതം. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് മാനസാന്തരത്തിന്റെ ജീവിതം. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ് മാനസാന്തരത്തിന്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്ക് വിലയുണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പേരും പെരുമയും ഉണ്ടായതുകൊണ്ട് ദൈവസന്നിധിയിൽ വലിയ വിലയൊന്നും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിന് മാത്രമേ നമ്മളെയൊക്കെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലും ബലഹീനതകളിലും നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവമാണ്. അവിടുന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, അബ്രാഹത്തിന് കല്ലുകളിൽ നിന്ന് പോലും മക്കളെ നൽകുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന്. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പേരും പെരുമയും വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകണമെങ്കിൽ മാനസാന്തരത്തിന്റെ ജീവിതം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം അതിനുള്ളതാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുക. നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരികയാണ്. ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധിക്കുക. കുറവുകൾ ഉണ്ടായെങ്കിൽ ആ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുക. പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. ഈശോയുടെ കരങ്ങളിൽ ഈ ദിവസത്തെ പരിപൂർണമായിട്ടും കൊടുത്തുകൊണ്ട് ഈ ദിവസത്തിലെ നിങ്ങളുടെ അധ്വാനങ്ങളെയും കുടുംബത്തെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.